ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പെരുന്നാളിൻ്റെ ഒക്കെ ഒരുക്കത്തിലും സന്തോഷത്തിലും ഒക്കെ ആയിരിക്കില്ല. എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ? കമൻറ്റ് ചെയ്യട്ടോ. ഡ്രസ്സൊക്കെ എടുത്താൽ എല്ലാവർക്കും പെരുന്നാൾ സാധനങ്ങളൊക്കെ വാങ്ങിയോ, എന്താണ് വിശേഷങ്ങളൊക്കെ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഞാനിങ്ങനെ പ്രവാസികളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ വീട്ടിലുള്ളവരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഉള്ള അവസ്ഥകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്കും എനിക്കും അത് കണ്ടപ്പോൾ ഒരു സമാധാനമായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ അവസ്ഥകളിൽ കടന്നു പോണ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, അയക്കുന്ന പൈസ മുഴുവൻ ചിലവായി വീണ്ടും കടം വാങ്ങിച്ച് പിറ്റത്തെ പ്രാവശ്യത്തെ പൈസ വരുമ്പോഴേക്കും അത് കടം വീട്ടി അങ്ങനെ ജീവിക്കണവർ എത്ര പേരാണെന്നറിയോ? ഞാനടക്കം അങ്ങനെ വന്നത് പോലും. ഇപ്പോൾ ഗൂഗിൾ പേ ഉള്ള കാരണം, ഫോണിൽ ഗൂഗിൾ പേ ഉള്ള കാരണം നമുക്ക് കാശ് എടുക്കും കൂടി വേണ്ട, എല്ലാം പോയിട്ട് എല്ലാം ചെറുപുറം തന്നെ സംഭവങ്ങളെല്ലാം കഴിയും. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാവരുടെ ജീവിതം അടിപൊളിയാണ്. വലിയ വീടുണ്ട്, കാറുണ്ട്, പിന്നെ നല്ല ജീവിതം. അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകൾ, അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ അവസ്ഥകളും അവരുടെ മനസ്സിലുള്ള വേദനകളൊക്കെ അവർക്കും പടച്ചവനും മാത്രമേ അറിയുള്ളൂ എന്നുള്ളത് ഇന്നലത്തെ കമൻറ്റിലൂടെ ഒരുപാട് പേർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ അവസ്ഥ ഏകദേശം, നമുക്ക് വലിയ വീടും കാറും തേങ്ങയും വാങ്ങൊന്നുമില്ല, ഉള്ളത് വാടക വീടാണെങ്കിലും എൻ്റെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞു അവൻ്റെ സൈക്കിളിൽ കാറ്റൊക്കെ അടിച്ച് അവൻ പോയിട്ട് 7:15 പോവും അവൻ. മറ്റൊരു രണ്ടാളും മദ്രസയിലേക്ക് പോയി. അവരുടെ മദ്രസ ഇന്ന് പൂട്ടാട്ടെ. ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് 21-ാം തീയതി മദ്രസ തുറക്കുള്ളൂ. അപ്പോൾ ഇന്ന് കുഞ്ഞുവിന് പോകാൻ പറ്റിയില്ല. കുഞ്ഞുവിന് 7:15 ട്യൂഷന് പോകണ കാരണം വ്യാഴാഴ്ച ദിവസം മദ്രസയിലേക്ക് പോകാറില്ല കേട്ടോ അവൻ. അപ്പോൾ വെള്ളം കോരി, നല്ല വെള്ളം സാധാരണ ഞാൻ വൈകിട്ടാണ് കോരി വെക്കാറ്. ഇന്നലെ ഞാൻ മറന്നു കോരി വയ്ക്കാൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ നല്ല വെള്ളമൊക്കെ കോരി കേട്ടോ. അവരെന്നെ മദ്രസയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷം കുഞ്ഞു ചായയൊക്കെ കുടിച്ച് അവൻ പോയതിനൊക്കെ ശേഷമാണ് പിന്നെ പണികൾ ചെയ്യുന്നത്. ചില ദിവസം ഞാൻ വേഗം പണികൾ ചെയ്യും, ചില ദിവസം എൻ്റെ പണികൾ എത്ര ചെയ്താലും കഴിയില്ല കേട്ടോ. അങ്ങനത്തെ ചില ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. കൈമൊന്നും കാലൊന്നും പണി വേറിടില്ല എന്ന് പറയില്ല നമ്മൾ, അതുപോലത്തെ ചില ദിവസങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പണികൾ കൂടുതലുള്ള ദിവസമായിരുന്നു. പണികളൊക്കെ കഴിയുമ്പോൾ ഒരുപാട് സമയമായി. അതുകൊണ്ടാണ് വീഡിയോ ഇന്നിപ്പോൾ ഇടാനും നേരം വൈകിയത് കേട്ടോ. അപ്പോൾ നല്ല വെള്ളമൊക്കെ കോരി വെച്ചു. ഇനി ഞാൻ തീ ഒന്ന് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തീ പിടിപ്പിക്കണത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും തീ കത്തി വരുമ്പോൾ 11 മണി ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും പോലെ അത് കത്തണില്ല തീ. ഈ അടുപ്പിന് കുണ്ട് കുറവാണ് അടുപ്പിന്. അപ്പോൾ കത്തി പിടിക്കാൻ ഇത്തിരി പാടാണ്. കത്തി പിടിച്ചാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സമയം നോക്കിയപ്പോൾ അവരെന്നെ മദ്രസയിൽ നിന്ന് വിളിക്കാൻ പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അവരെന്നെ വിളിക്കാൻ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിലത്തെ വാലൊക്കെ അടച്ചിട്ടിട്ട്, വാതിൽ പൂട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ അടച്ചിട്ടിട്ട് പോവുള്ളൂ. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ആൾക്കാരൊക്കെ ഉണ്ട്, കാരണം പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഞാൻ 8 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. 8 മണിക്ക് തന്നെയാണ് മദ്രസയും വിടുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തല്ലേ, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഇന്നലെ മഴയെ കാരണം നടന്നിട്ടാണ് പോയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, ഇന്ന് ഇത്തിരി വെയിലൊക്കെ ഉള്ള ദിവസമാണ്. കാരണം എനിക്ക് കുറച്ച് ഗോതമ്പൊക്കെ കഴുകാനും ഉണക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വെയിലൊക്കെ അതിന് പോവും. എപ്പോഴും നമുക്ക് ക്യാമറയും കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം കഴുകിയിട്ട് അവരുടെ ടെറസിനും കൊണ്ട് കൊണ്ടുപോയിട്ട് കേട്ടോ. അങ്ങനെ ഇതാ പിള്ളേരേനൊക്കെ മദ്രസയിൽ നിന്ന് കൊണ്ടുവന്നാക്കി. അങ്ങനെ ഇതാ ആച്ചൂട്ടൻ്റെ വണ്ടി 8 മണിക്ക് അവന് മദ്രസ വിടും. 8:15 ആകുമ്പോഴേക്കും അവൻ്റെ സ്കൂൾ വണ്ടി വരും കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ടാണ് മദ്രസയിലേക്ക് പോവാറ്. ഇപ്പോൾ ഇഷ്ടമില്ല, എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കും. വന്നു കഴിഞ്ഞ് രണ്ടെണ്ണം ചിലപ്പോൾ വീണ്ടും ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ പോയി. അത് കഴിഞ്ഞ് ഇഷ്ടമുള്ളതിനൊക്കെ കുളിപ്പിച്ച് അവളേനെ ഒരുക്കി. ഇനിയിപ്പോൾ അവളേനെയും അങ്ങോട്ട് മെയിൻ റോഡിലേക്ക് ആക്കി കൊടുക്കുന്ന ടീച്ചർമാരുണ്ടാവും അവിടെ. അപ്പോൾ അവർ വണ്ടിയിൽ അവളേനെ കൊണ്ടുപോകട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളേനെ ആക്കി കൊടുക്കാൻ പോവാണ്. 9 മണി വരെ ഈ കറക്കം തന്നെയാണ്. വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, തന്നെ പണിയിട്ട് അതിൻ്റെ ഇടയിൽ വീട്ടിലത്തെ പണികളും ചെയ്യും. അപ്പോൾ ഇഷ്ടമുള്ളതിനെ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പോൾ വരാം. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. കുറേ തുണികൾ നമുക്ക് ഉണങ്ങാനും ശരിക്കും പോലെ ഉണങ്ങാനും ഫാനിൻ്റെ ചോട്ടിലിടാറുണ്ട്. എന്നാലും വെയിൽ കൊണ്ട് ഉണങ്ങുന്നത് ഒരു പ്രത്യേകത അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വെയിൽ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ അകത്ത് കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടൊന്ന് വെയിലത്ത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. വെയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. വിറക് ഉണക്കണോ, മല്ലിമുളക് ഉണക്കണോ, ഗോതമ്പ് ഉണക്കണോ, തുണികൾ ഉണക്കണോ, എല്ലാം കൂടി വാരി വെച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എവിടുന്നോ ഒരു മഴയും വരും. അപ്പോൾ എല്ലാം കൂടി എടുക്കാനും പറ്റില്ല. അങ്ങനെയാണ് ഇന്ന് ഉണ്ടായത് കേട്ടോ. ഗോതമ്പ് എന്നിട്ട് ആ താത്ത എടുത്ത് വെച്ചു, തുണികൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചു. അങ്ങനെയൊക്കെ നമ്മുടെ ആ കോണിപ്പടി ഉണ്ടല്ലോ, ആ ഏണി ഇരിക്കുന്നുണ്ട്, അത് കൂടെ കയറി പോകണം.
ഗോതമ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിക്കിട്ട്. അപ്പോൾ അപ്പുറത്ത് കൂടെ വഴിയുണ്ട്, ഇത് എളുപ്പവഴിയാണ് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുണികളൊക്കെ ഓരോന്നോരോന്നായിട്ട് വേഗം വെയിലത്തിടാണ്. പിന്നെ നമുക്ക് അടിച്ചു വരാനും തുടയ്ക്കാനും മിറ്റടിക്കാനും ഒക്കെ ഉണ്ട്. ആദ്യമൊക്കെ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മിറ്റടിക്കുമായിരുന്നു. ഇപ്പോൾ പറ്റില്ലല്ലോ. ഇപ്പോൾ അടുക്കളയിൽ കുട്ടികൾക്ക് പോകുമ്പോഴേക്കെല്ലാം ആവണ്ടേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയതിന് ശേഷം വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ മിറ്റടിക്കുള്ളൂ കേട്ടോ. അല്ല മഴ ചാറുമ്പോൾ മിറ്റടിക്കില്ല. അപ്പോൾ വെയിലുണ്ടെങ്കിൽ അടിച്ചു വരും, അല്ലെങ്കിൽ ഒക്കെ മഴ ഉണ്ടെങ്കിൽ ഒക്കെ മഴയത്ത് ഒലിച്ച് പോവും. എന്താ പറയുക, നമ്മുടെ മുറ്റത്തെ കരടൊക്കെ വലിയ കാര്യമായിട്ടുള്ള കരടൊന്നുമില്ല. ആ പുളിയുടെ ഇല വീഴുന്ന സമയത്തായിരുന്നു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഇപ്പം നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇലകളൊന്നും അങ്ങനെ വീഴണമൊന്നുമില്ല. ഈ സൈഡ് പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സൈഡ് അടിച്ചില്ലെങ്കിൽ കുട്ടികൾ ഈ ഉമ്മറത്തുനിന്ന് എന്ത് കച്ചറണേലും അങ്ങോട്ട് ഇടുക. അപ്പോൾ പിന്നെ അവിടെ അടിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പണികൾ നമ്മുടെ തുണികളൊക്കെ തോരടൽ കഴിഞ്ഞു. അപ്പോൾ അഴയ്ക്കാൻ ഞാനാണ് കെട്ടിയത്, അതുകൊണ്ട് തന്നെ കുറച്ച് താന്നിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു വടി വെച്ചിട്ട് അതിനെ പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി മുകളിൽ നിന്ന് നല്ല വെയിൽ വരുന്നത് നല്ല വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. ഇങ്ങനെ നമ്മളൊരു വടിയൊക്കെ വെച്ചിട്ട് മുകളിലേക്ക് അഴയ്ക്കാം പൊക്കി വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ മിറ്റടിച്ചിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ലോ മോഷനിലാണ് മിറ്റടിക്കുന്നത്. സാധാരണ ഈ ഒരു സ്പീഡിൽ തന്നെ അടിക്കാറുള്ളൂ. പിന്നെ ഞാൻ സ്പീഡാക്കും. എനിക്ക് തന്നെ കാണുമ്പോൾ അത് ഞാനെന്ത് ഇത്ര എന്താ പറയുക സ്പീഡില്ലാണ്ട് അടിച്ചു വരുന്നത് തോന്നാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ആക്കി, നിങ്ങൾക്ക് ഇനി ബോറടിക്കണ്ട വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ ഈ ഒരു സൈഡും അടിക്കാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അടിച്ചടിച്ച് നോക്കിയപ്പോൾ ഞാൻ എല്ലാം 4 വശാണ്ട് അടിച്ചു വരിട്ട് പിന്നെ അകത്തേക്ക് കയറിയുള്ളൂ കേട്ടോ. അടിക്കാൻ നിന്നാൽ അങ്ങനെയാണ്, ചൂലെടുത്താൽ പിന്നെ എല്ലായിടത്തും അടിക്കും, അല്ലെങ്കിൽ ചില ദിവസം മടി പിടിക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ കച്ചറ ഉണ്ടെങ്കിൽ അടിച്ചു വരും, അല്ലെങ്കിൽ മടി പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഈ സൈഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുമ്പമ്പുളിയുടെ ഇലയൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായി വീഴും. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചായ കുടിച്ചത് കേട്ടോ. എന്താ പറയുക, ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു ദോശയും ഒരു ഗ്ലാസ് ചായയും കുടിച്ചായിരുന്നു. അതൊരു 6 മണി ഒക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളായിട്ട് അങ്ങനെ ചെയ്യാറുള്ളൂ. ഇത് ഇന്നലത്തെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. പാൻറ്റീസാണ്, ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം വീഡിയോ എടുക്കുമ്പോൾ. പാൻറ്റീസ് ഒന്നും അല്ല കേട്ടോ, ഷാളാണ്. കുട്ടികൾ ബുക്ക് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ജനലാണ് അത്. അപ്പോൾ അവിടെ അവർ ഷാൾ കൊടുന്ന് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലെയാണ് ബുക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് പാൻറ്റീസാണെന്നല്ലേ? പാൻറ്റീസ് അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു സംശയം തീർത്തുണ്ട്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.